ഈ പൊട്ടലും ചീറ്റലുകളും തുടക്കം വെച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. ആൾക്കൂട്ട മർദ്ദനം കൊണ്ട് മരിച്ചൊരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന കത്തിക്കുന്നു. വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ജൻസി കലാപം എന്നത് ഓമനപ്പേരാണെങ്കിൽ കൂടി അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ വടംവലികൾ ഒക്കെ അവിടെ നടക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന്റെയാണ് ജീവൻ അവിടെ പട്ടിണി കിടക്കുന്നത് സാധാരണക്കാരാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളിപ്പോൾ കേട്ട് വരികയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിനെ കുറിച്ച്. കലാപം എന്നുപരി അത് കുറെ പൊട്ടലും ചീറ്റലൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു സംഭവം ഇപ്പൊ നമ്മളിപ്പോ കേൾക്കുന്ന പുതിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്ന അവിടം വരെ എത്തി സത്യം പറഞ്ഞാൽ ഈ ഒരു കലാപം. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് അതിന് വേണ്ട വിധത്തിലുള്ള ഇന്ത്യ അതിന്റെ ഇടപെടൽ വേണ്ട വിധത്തിൽ എടുക്കുന്നുണ്ടോ? എന്താണ് അതിനെ കുറിച്ചിട്ട് തോന്നുന്നത്? അനുജ, ഈ ഭാരതത്തിന്റെ ഇടപെടൽ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്. ഒരു മനുഷ്യൻ്റെ തല്ലിക്കൊന്ന് ആൾക്കൂട്ട മർദ്ദനം കൊണ്ട് മരിച്ചൊരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പ്രത്യേക സമുദായത്തിലുള്ളവരെ തിരഞ്ഞു പിടിച്ച് വളരെ മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ച് അരാജകത്വം വിതറി മനുഷ്യൻ്റെ ജീവനുകൾ കൊയ്യുന്ന ഒരു രാഷ്ട്രീയ കളികളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതിന് സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം മുമ്പ് ആണ് ഇത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിൽ 2004 ഏറുന്ന സമയത്ത് മുതൽ ചെറുതായി പൊട്ടലും ചീറ്റലും ഒക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പൊട്ടലും ചീറ്റലുകളും തുടക്കം വെച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. ജമാഅത്തെ ഇസ്ലാമിക്കൊരു സ്വഭാവമുണ്ട്. അതിപ്പോൾ പാകിസ്ഥാനായാലും ഈജിപ്റ്റ് ആയാലും തുർക്കി ആയാലും ബംഗ്ലാദേശ് ആയാലും അവരുടെ ഒരു ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ലൈനുണ്ട്. അതിന് രാജ്യഭേദമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഹിഡൻ അജണ്ടയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഷെയ്ഖ് ഹസീന അധികാരത്തിലേറിയ 2004 കഥകളൊക്കെ അനുജ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ പറയുകയുണ്ടായി. പിന്നെ ഈ കഴിഞ്ഞ 2024 ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ തുടങ്ങുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അവിടുത്തെ സർക്കാർ ജോലികളിലെ സംവരണത്തിനെ കുറിച്ചിട്ടാണ് ഇതിനെ തുടക്കം ഇടുന്നത് അവിടെ മുതലാണ് സത്യം പറഞ്ഞാൽ. അതിനുശേഷം അത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ശരിക്കും ഒരു കലാപത്തിലേക്ക് മാറിയായിരുന്നു. അവിടെയാണ് ഈ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ട് അവിടെ 1400ഓളം ഏകദേശം 1400ഓളം ആൾക്കാരാണ് അവിടെ മരിച്ചു വീഴുന്നത്. അപ്പം അതിന്റെ പുറകില് ഈ ഷെയ്ഖ് ഹസീനയുടെ ആണ് അതിന്റെ സൂത്രധാരനും ശില്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ അന്ന് തന്നെ പ്രചരിച്ചായിരുന്നു. അപ്പൊ അതില് തുടങ്ങിയാണ് ഇപ്പതാ ഈ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നത്. ഈ ബംഗ്ലാദേശ് 1971 പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി ബംഗ്ലാദേശ് ഇന്ന് എത്തി നിൽക്കുമ്പോഴും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു പിക്ചർ എന്ന് വെച്ചാൽ അധികാര വടംവലികൾ അന്ന് മുതൽ അവിടെ ശക്തമായിരുന്നു. ഒരു കുടുംബവാഴ്ച എന്ന് തന്നെ പറയാം. കുടുംബവാഴ്ചയും അതിനിപ്പുറത്തുള്ളൊരു ഓപ്പോസിറ്റ് മെയിനായിട്ട് പറയാം മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് എത്തി തുടങ്ങിയിട്ട് ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും അധികാര വടംവലികൾ അവിടെ കൃത്യമായി ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പ്രതിദാനം ചെയ്യുന്ന അവാമി ലീഗ് എന്ന പാർട്ടി ഒരു 2 പതിറ്റാണ്ടോളം കാലം അവിടെ അധികാരം പിടിച്ച 6 ടേമാണ് ഷെയ്ഖ് ഹസീന അവിടെ പ്രസിഡന്റ് പദവിയിലിരുന്നത്. കഴിഞ്ഞപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ 2004 ഇവർ പ്രസിഡന്റ് പദത്തിലേറുകയും ഇത്തരത്തിൽ സംവരണ പ്രശ്നങ്ങൾ ഉയർത്തുകയും അവിടെ ഒരു ജൻസി കലാപം എന്ന പേരിൽ ഒരു കലാപം തുടങ്ങുകയും ചെയ്തു. ജൻസി കലാപം എന്നത് ഓമനപ്പേരാണെങ്കിൽ കൂടി അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അതിൻ്റെ പേരിൽ ഇതിൻ്റെയൊക്കെ ഒരു നേതാവായിരുന്ന ഉസ്മാൻ ഹാദി കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട സമയം തൊട്ട് ഈ അനുജ സൂചിപ്പിച്ച പോലെ പൊട്ടലും ചീറ്റലുമായിരുന്ന ഈ കലാപം ഈ ഒരു പൊട്ടലും ചീറ്റലായിരുന്ന പ്രശ്നങ്ങൾ ഒരു കലാപത്തിലേക്ക് വഴിമാറുകയാണ് ഉണ്ടായത്. അന്ന് തൊട്ട് ഇന്ന് വരെ മരിച്ച ആൾക്കാരുടെ കണക്കൊന്നും നമുക്ക് വ്യക്തമല്ല. ഈ 2 വ്യക്തികൾ ആണ് നമുക്കറിയാവുന്നത്. അതൊരു ഹിന്ദു കൊലയായിട്ട് തന്നെ നമ്മൾ അങ്ങനെ ഉയർത്തി കാണിക്കുന്നതിനേക്കാളും ഒരു രാജ്യത്തെ ഒരു പൗരൻ, ഒരു മനുഷ്യന്മാർ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മരിച്ച അമൃത് മൊണ്ടാലും ദീപു ചന്ദ്രദാസ് എന്നുള്ള 2 ഹിന്ദു വ്യക്തികളുടെ പേരുകൾ മാത്രമാണ് മാധ്യമങ്ങളിൽ നമുക്ക് എടുത്തു കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു അരാജകത്വം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു സംഘടന അരാജകത്വം വിതച്ച് അവിടുന്ന് നമ്മൾ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉള്ളിൽ നടക്കുന്ന
നടക്കുന്ന ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ, മനുഷ്യകുലത്തിന് ചേരാത്ത പ്രവർത്തനങ്ങൾ പുറത്തേക്ക് അറിയാൻ താമസം വരും, ചിലപ്പോൾ അറിഞ്ഞില്ലെന്നും വരും. പല ജേണലുകളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്ന ക്രൂരമായ ബലാത്സംഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഇപ്പോൾ ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ഒരു മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിലുള്ള ആൾക്കൂട്ട മർദ്ദനങ്ങൾ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അധികാര കൊതി കൊണ്ട് തന്നെയാണ്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ 20 വർഷം മുമ്പ്, ക്ഷമിക്കണം, 17 വർഷം മുമ്പ് ഇവരുടെ എതിരാളിയായിരുന്ന, അതായത് BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രതിനിധാനം ചെയ്യുന്ന ഖാലിദ സിയ എന്ന ശക്തയായ ഒരു പ്രസിഡന്റ് ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ വടംവലിക്കാണ് കഴിഞ്ഞ കാലങ്ങൾ അത്രയും ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചത്. ഒരാൾ കയറുമ്പോൾ അടുത്തയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വീണ്ടും വീണ്ടും ഒരു ഉണ്ടാക്കുക. അതിൻ്റെയൊക്കെ മുമ്പ് വന്നൊരു സെനാരിയോ എന്ന് വെച്ചാൽ, ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തിയ ഉടൻ തന്നെ, കഴിഞ്ഞ ടൈമിന് മുമ്പ് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഈ ഖാലിദ സിയ ഉൾപ്പെടെയുള്ള BNP രാഷ്ട്രീയ നേതാക്കളെ അടിച്ചൊതുക്കുകയാണ് അവിടെ ചെയ്തത്. അടിച്ചൊതുക്കുകയും നേതാക്കന്മാരെ തുറുങ്കിലടയ്ക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ഇവരുടെ മകൻ താരിഖ് അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ പേര് താരിഖ് എന്നാണ്, അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് 17 വർഷത്തിന് ശേഷം മടങ്ങി വന്നു എന്നുള്ളത്. അതും ഈ പറഞ്ഞ ഫെബ്രുവരിയിൽ നടക്കുന്ന എലക്ഷൻ, അതെ, അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്നും അതെ അതെ അതൊക്കെ പറയാം. അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ വടംവലികൾ ഒക്കെ അവിടെ നടക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരൻ്റെയാണ് ജീവൻ അവിടെ പട്ടിണി കിടക്കുന്നത് സാധാരണക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മറ്റൊരു വാർത്തയാണ്, ബംഗ്ലാദേശ് ഇന്ത്യയോട് 50,000 ടൺ അരി ചോദിച്ചു. ഇത്രയും കലാപം നടക്കുന്നതും ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ചില വിധ്വംസക ശക്തികൾ ശ്രമിക്കുമ്പോഴും ഭക്ഷണത്തിന് വകയില്ലാതായപ്പോൾ ഇന്ത്യയോട് ചോദിക്കേണ്ടി വന്നു. ഇന്ത്യ കൊടുക്കുമെന്നോ കൊടുക്കുന്നില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ചോദിച്ചത് ഇന്ത്യ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളത്. ഇന്ത്യയുടെ ഒരു വിദേശകാര്യ നയമുണ്ട്, അന്യരുടെ ആഭ്യന്തര കാര്യത്തിൽ അനാവശ്യമായി പോയി തലയിടാതിരിക്കുക. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരെയും തലയിടാൻ അനുവദിച്ചിട്ടുമില്ല. ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിലേക്ക് നോക്കിയാൽ അറിയാം, LTT പ്രശ്നമുണ്ടായിരുന്നപ്പോൾ സമാധാന സേന ശ്രീലങ്കയുടെ ആവശ്യപ്രകാരമാണ് അവിടെ ചെന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൂടെ വെള്ളപ്പൊക്ക സമയത്ത് അവരുടെ ആവശ്യം ലോകരാജ്യത്ത് അയൽരാഷ്ട്രങ്ങളൊന്നും ആരും സഹായം വാഗ്ദാനം ചെയ്തിരുന്നില്ല. എന്നാൽ അവരുടെ ആവശ്യപ്രകാരം ഇന്ത്യ അവിടെ എത്തി വളരെ മഹത്തായ ഒരു സേവന കർമ്മമാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. അതേപോലെ തന്നെ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് ഒരു വിദേശകാര്യ പോളിസി അവിടെ ഉണ്ടായിരുന്നു. നൈബർഹുഡ് ഫസ്റ്റ് എന്നാണ് ആ പോളിസിയുടെ പേര്. അതായത് നമ്മൾ സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ അധികാരത്തിലേറി പിന്നീടുള്ള മാസങ്ങളിൽ വിദേശ സന്ദർശനങ്ങളൊക്കെ നടത്തുന്ന പതിവുണ്ട്. മോദി പോയത് ഫ്രാൻസിലേക്കോ അമേരിക്കയിലേക്കോ ഇറ്റലിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നുമല്ല. അദ്ദേഹം പോയത് നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കൊക്കെയാണ്. അപ്പോൾ അന്നൊരു പോളിസി പ്രഖ്യാപിച്ച നൈബർഹുഡ് ഫസ്റ്റ്, അയൽക്കാർ ആദ്യം എന്നൊരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ അത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ലൈസൻസ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിലല്ല അതുണ്ടായിരുന്നത്. അയൽക്കാരെ ചേർത്ത് പിടിച്ച് നമ്മളുടെ ഒരു സാഹോദര്യം നിലനിർത്തി മുന്നോട്ട് പോവുക എന്ന ഒരു നയമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ശ്രീ രൺധീർ ജസ്വാൾ ഒരു പ്രസ്താവന വന്നിരുന്നു. ബംഗ്ലാദേശിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഫെബ്രുവരി 12-ാം തീയതി. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഷെയ്ഖ് ഹസീന പ്രതിനിധാനം ചെയ്തിരുന്ന അവാമി ലീഗ് എന്ന പാർട്ടിക്ക് രാഷ്ട്രീയ നിരോധനമാണ് അവിടെ ഉള്ളത്. അവാമി ലീഗിന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. പിന്നെയുള്ള പ്രബലമായൊരു പാർട്ടിയാണ് BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടിയുടെ നേതാവായിരുന്നു ഖാലിദ സിയ. ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്ന അവരുടെ മകനാണ്. അപ്പോൾ ആ BNPക്ക് മാത്രമേ അവിടെ മത്സരിക്കാൻ കഴിയൂ. നേരെ മറിച്ച് മൂന്നാമതൊരു പാർട്ടി കൂടി ഇപ്പോൾ ഈ 2024 അവിടെ രൂപീകൃതമായിട്ടുണ്ട്, NCP, നാഷണൽ സിറ്റിസൺ പാർട്ടി. ഈ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദിയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ആ പുതിയ പാർട്ടി വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്തുണയോടുകൂടി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണെന്ന് നമുക്കത് നിസ്സംശയം പറയാം. പക്ഷേ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ഇപ്പോഴും പറയാം, അത് BNP ആണ്. ഖാലിദ സിയുടെ പാർട്ടി തന്നെയാണെന്ന് പറയാം. ഫെബ്രുവരി 12-നാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീ യൂനസ് അവിടെ എത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവാമി ലീഗിന് അവിടെ മത്സരിക്കാൻ സാധിക്കാതിരിക്കുകയും രാഷ്ട്രീയമായൊരു വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് സുതാര്യമായിരിക്കണം,
അയൽരാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ അരാജകത്വം ഉണ്ടെങ്കിൽ ഇന്ത്യ കൃത്യമായും ശബ്ദിച്ചിരിക്കും. അനുജ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അതിനകത്ത്. അതായത് ഇന്ത്യ എന്തെങ്കിലും സംസാരിച്ചോ എന്നുള്ളത്. അപ്പോൾ ഈ ഇന്ത്യ പറയാതെ പറയുകയാണ് ചെയ്തത്. അനാവശ്യമായ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെ പറയാതെ പറയുന്ന നിലപാടുകൾ എപ്പോഴും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ആ, ആ, ഈ ഷെയ്ഖ് ഹസീന പ്രതിദാനം ചെയ്യുന്ന അവാമി ലീഗിനെ കൂടി ഉൾപ്പെടുത്തി ഒരു ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് എന്തായാലും ബംഗ്ലാദേശിൽ നടക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുമായി കലഹിച്ചു നിന്നാൽ കാര്യങ്ങൾ സുഗമമായി പോകില്ല എന്ന് ബംഗ്ലാദേശിന് അറിയാം. ഇപ്പോൾ ഭരണചക്രം തിരിക്കുന്ന മുഹമ്മദ് യൂനസും ഇടക്കാല മന്ത്രിസഭയുടെ ക്യാപ്റ്റനായിട്ടുള്ള ആ കപ്പിത്താനും അറിയാം ഇന്ത്യയുമായി ഇടഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയോട് അരി ചോദിക്കുന്നതും ആ ഒരു നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് വന്നിട്ടുണ്ട്, കൃത്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ മുന്നോട്ട് വരലിൻ്റെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണ്, നയതന്ത്ര തലത്തിൽ ഇത് പരിഹരിക്കുക എന്നുള്ളത്. നേരെ മറിച്ച് ഇന്ത്യയോട് ഇടഞ്ഞൊരു ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ ഒരു സൈനിക ഇടപെടലിന് സമാനമായ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ശുഭകരമാവില്ല. അത് ബംഗ്ലാദേശിന് തന്നെയാണ് ക്ഷീണം വരിക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു പ്രക്ഷോഭത്തില് എത്രത്തോളം ഇപ്പൊ ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞു. അപ്പൊ എത്രത്തോളം നമ്മൾ ഈ അയൽ രാജ്യങ്ങൾ ഇതിനെ മുതലെടുക്കുന്നുണ്ട്? കൃത്യമായ ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിലെ ഈ പ്രശ്നം വരുമ്പോൾ ഇന്ത്യ എന്ന് മാത്രം പറയുന്നത്? ബംഗ്ലാദേശിൻ്റെ അയൽരാജ്യമാണ് ചൈന. ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട രാജ്യമാണ്. അവരൊന്നും മിണ്ടുന്നില്ല. അതായത് നിശബ്ദമായി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊരു പദ്ധതി അവിടെ പാകിസ്ഥാൻ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ചൈനയും ഒട്ടും പുറകിലല്ല. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലേക്ക് ഈ രാഷ്ട്രീയ ഒരു കലാപങ്ങൾ ഒരു ഫോക്കസ് ചെയ്യുകയും മറുവശത്ത് പാകിസ്ഥാൻ അതിർത്തികളിൽ പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറ്റം പോലെയുള്ള അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു എന്ന് പല വിദേശ മാധ്യമങ്ങളിലും ഇന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അതായത് മനഃപൂർവ്വം ഇന്ത്യയെ ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിലേക്ക് വലിച്ചിഴക്കുക വഴി ജമാഅത്തെ ഇസ്ലാമി എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനും ചൈനയും നടത്തുന്ന വളരെ തരംതാണ ഒരു കളിയായി പോയി ഇതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഫെബ്രുവരി 12 അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സമാധാനപൂർവ്വമായ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ. ഇതിനു മുമ്പും പട്ടാള അട്ടിമറികൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്, അധികാര വടംവലികൾ ഉണ്ടായിട്ടുണ്ട്, പലായനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ബംഗ്ലാദേശി ജനത നമ്മുടെ സഹോദരങ്ങളാണ്. അവർ സമാധാനമായി ജീവിക്കണം. അയൽക്കാരുമായി ഒരു എന്താ പറയാ, നമ്മുടെ അയൽ രാജ്യം അല്ലെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യരാണ് മരിച്ചു വീഴുന്നത്. അതെ. ഒരിക്കലും അങ്ങനെ ഇത്തരം പുരോഗമനമായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വം ചിന്തുന്നതിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ സമാധാനപൂർവമായ ഒരു ജീവിതം ഇതാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും യാതൊരുവിധ കാര്യമില്ല. പ്രത്യേകിച്ച് അനുജയപ്പോലുള്ള ജൻസികൾക്ക് നന്നായി ചിന്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടിയ കാലമാണ്. ഒരിക്കലും നരച്ച രാഷ്ട്രീയ നേതൃത്വം ആവശ്യമില്ലാത്ത രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കും. ജൻസികളും ശ്രദ്ധിക്കണം അക്കാര്യത്തിൽ എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇക്കാര്യത്തിൽ. എന്തായാലും സമാധാനപൂർവ്വമായ ഒരു തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ നടക്കട്ടെ. ഇപ്പോൾ കലാപങ്ങളൊക്കെ ഒന്ന് ആറി തണുത്ത് മനുഷ്യന് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. സമാധാനം മടങ്ങി വരട്ടെ. അരാജകത്വം ഒന്നിനും പരിഹാരമല്ല. എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് വരും ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.